ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ വ്ളോഗ്. ഗൈസ്, ഇപ്പം 5:20 ഞങ്ങൾ രാവിലെ പോകുന്നത് പൊന്മുടിയിലോട്ടാണ്. അവിടുത്തെ കോട കാണാൻ വേണ്ടി. ഇപ്പം രാവിലെ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കോട കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ തുറക്കണ എത്ര 6:30 മണിയൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമായിരിക്കും ചേച്ചി? അറിയില്ല. ഇന്ന് എൻ്റെ കൂടെ പാർട്ണറായിട്ട് ട്രാവൽ പാർട്ണറായിട്ട് മാച്ചിയാണുള്ളത്. അപ്പം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. രാവിലെ വലിയ കുഴപ്പമൊന്നുമില്ല, ബ്ലോക്ക് ഒന്നുമില്ല. 5:20 ആയിട്ടുള്ളൂ. അപ്പം ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അത്ര ദൂരമേ ഉള്ളൂ. ഓഫ് ടു അപ്പോൾ ഓഫ് ടു പൊന്മുടി. അങ്ങനെ ഞങ്ങൾ പൊന്മുടി ഏകദേശം എത്തി. ചെക്ക് പോസ്റ്റിൻ്റെ താഴെ നിൽപ്പുണ്ട്. 8 മണി തൊട്ടാണ് അവിടെ എൻട്രി പറഞ്ഞത്. ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ. ഇനി 1 മണിക്കൂറോടെ ഉണ്ട്. അപ്പം ചായ ഇന്ന് രാവിലെ കുടിച്ചത്. അപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോന്നുണ്ട് ഇവിടെ വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. കാറിൽ ഇരുന്നപ്പോൾ ഈ ബാക്കിലോട്ട് സൈഡിലാണ് കണ്ടത്. ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഈ കടയിലാണ് കാണിച്ചു തരാം. ശാന്തമ്മ തട്ടുകട. അപ്പോൾ രാവിലെ ചായയൊന്നും കുടിച്ചില്ല. അപ്പം ചായ കുടിച്ചിട്ട് മുകളിലോട്ട് എന്തായാലും 1 മണിക്കൂറുണ്ട്. ചായ കുടിച്ചതിന് ശേഷം മുകളിലോട്ട് കയറാമെന്ന് വെച്ചു. എൻ്റെ ഒരു അപ്പനാണ് ചായ അടിക്കുന്നത്. പിന്നിപ്പം ചായയും കുടിച്ച് കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമെങ്കിൽ അതും ഇറങ്ങിയതിന് ശേഷം നേരെ മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് പറഞ്ഞ വഴിക്കെല്ലാം നല്ല കോട, അത്യാവശ്യം കോടയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എടുക്കാൻ പറ്റില്ല, ഉറങ്ങിപ്പോയി. അങ്ങനെ അതുകൊണ്ട് കല്ലാറ് ബസ്സൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ച് മുകളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ 8 മണിയാവും, എന്തായാലും സമയം ആയില്ല. അപ്പം ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റുമോ? മീൻമുട്ടിയിൽ ഇറങ്ങാം, വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മീൻമുട്ടിയിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ബോണക്കാട് ഞാൻ കയറിയിട്ടില്ല. ബോണക്കാട് അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ ബോണക്കാട് പോകാന്ന് അവിടെ ഇറങ്ങാൻ പറ്റുമോ? ബസ് നേരത്തെ ഒരു ബസ്സും പോയായിരുന്നു. അത് വിതുര അല്ലല്ലോ. അയ്യോ, എവിടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ബസ് കയറി പോയി കഴിഞ്ഞാൽ അവിടെ കയറ്റി വിടാറുണ്ട്. ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കും പോകാമല്ലോ. 8 മണി ആയില്ല, താണ്ടേ 6:58 ആയതേ ഉള്ളൂ. പിന്നെ അവിടെ പോയാലും 1 മണിക്കൂർ താഴെ കിടക്കേണ്ടി വരും. ബസ് കയറി പോകുന്നുണ്ട്, പക്ഷെ ബസ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ. ബസ് കയറി കഴിഞ്ഞാൽ പുതിയ കയറി പോകാറുണ്ട്. ചെക്ക് പോസ്റ്റ് തുറക്കാറുണ്ട്. നോക്കാം, പോയി നോക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. 1 മണിക്കൂർ സമയം കിടക്കുകയല്ലോ. അപ്പോൾ തന്നെ അങ്ങോട്ട് പറ്റും. ഗൈസ്, ഞങ്ങൾ കണ്ട് പൊന്മുടി എത്തായിരുന്നാണ്. ഇനി അവിടെ നിന്നാണ്ട് ഇങ്ങോട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ പാറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അകത്തോട്ട് താഴോട്ട് പോകുമ്പോൾ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം ഗൈസ്. തൊട്ടടുത്തിറങ്ങുന്ന താഴോട്ട് വഴി ഇറങ്ങാം. പക്ഷെ അവിടെ സിഗരറ്റും പുകവലിയും ഒന്നും പാടില്ല. പുകവലിയും മദ്യപാനവും പാടില്ല, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. പിന്നെ ഞങ്ങളത് ഇതുവഴി പോകുന്നുണ്ട്. ഇതൊരു താഴെ പോയി എന്തിനാണ് വെച്ച് ഇതുകൊണ്ട് അവിടെ വെള്ളം കാണുന്നുണ്ട്. ഇങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങണം. കാരണം അവിടെ 1 മണിക്കൂർ എന്തായാലും 8 മണിയാവുമ്പോൾ 1 മണിക്കൂറുണ്ട്. ഞാൻ താഴേക്കേ വേണ്ട. അറിയിപ്പ് ബോർഡ്. ഇത് ഗൈഡുകളുടെ നിർദ്ദേശം കർശനമായി പാലിക്കുക. അനുവാദം കൂടാതെ വനത്തിലോ പുഴയിലോ പാറക്കെട്ടുകളിലോ ഇറങ്ങൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. നമ്മൾ അനുവാദം വാങ്ങിച്ചായിരുന്നു. അവിടെ കണ്ടിട്ടുണ്ട് മാമനായിരുന്നു സെക്യൂരിറ്റി. അവരെ അനുവാദം മേടിച്ച് അവർ പറഞ്ഞ് ആന ഇറങ്ങുന്ന സമയമുണ്ട് ഇവിടെ. ആന അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ തിരിച്ച് കയറിക്കോണം. അതുമാത്രമല്ല ഒഴുക്കലും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറിക്കോണമെന്ന് പറഞ്ഞായിരുന്നു. നേരത്തെ നമ്മൾ അവിടെ കണ്ട മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഇത് തന്നെ. അതുകൊണ്ട് ഒരു മരമൊക്കെ കുറേ നാളുകൊണ്ട് ഒടിഞ്ഞ് കിടക്കണം തോന്നുന്നു. നല്ല കിടിലം അന്തരീക്ഷം കഴിച്ച് തെറ്റാണ് കേട്ടോ വെള്ളം. അയ്യോ അമ്മേ, ചർക്കല്ലേ. ഇറങ്ങി.
ഇവിടെയൊക്കെ ചറുകി തല്ലി വീണ് കഴിഞ്ഞാൽ എല്ലാ ചന്തി എല്ലാം പോകും ഗൈസ്. ആ അയ്യോ അയ്യോ ആ വന്നു വന്നു വന്നു. ഇതോട്ട് അങ്ങോട്ട് നിരോധന മേഖലയാണ് ഗൈസ്. ഇത്രേ പോവാൻ പാടുള്ളൂ. പ്രൊഹിബിറ്റഡ് സോൺ. എനിക്കൊന്നും ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് ഒടിഞ്ഞു കിടക്കണ മരമാണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. എന്തായാലും ഇവിടെ ആ ഇപ്പം വീണ അയ്യോ എടെ കഴിച്ച് ഇവിടെ കാർത്തിക് സൂര്യയുടെ വ്ളോഗ് ഉണ്ടായിരുന്നു. അപ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങണം. ഇങ്ങോട്ട് സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഒരു പൊന്മുടി പോയിട്ട് പൊന്മുടി 2 വട്ടമാണ് കേട്ടോ പോയിട്ടുള്ളൂ. ഇപ്പം വന്ന 3ാമത്തെ വട്ടം. ഞാൻ അപ്പം വിചാരിച്ചതാണ്, പക്ഷെ ഇത്ര പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. ഗൈസ് നിങ്ങളെല്ലാവരും എത്ര വട്ടം പൊന്മുടി വന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ഇടുക. നോക്കട്ടെ ആരൊക്കെ എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന്. ഞാൻ ഇതും കൂടെ കൂട്ടി 3ാമത്തെ വട്ടമാണ്. അമ്മേ ഞാൻ 3ാമത്തെ വട്ടം. നിങ്ങൾ എത്രാമത്തെ വട്ടം ഒന്ന് കമൻറ്റ് ഇട്ടേരെ നോക്കാം. ഞാൻ ഇവിടെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി കുറച്ച് ഇതാക്കിയിട്ട് വരാം. ഏകദേശം 8 മണിയാകുമ്പോൾ ഞങ്ങൾ കയറാൻ പോവുകയാണ് അങ്ങോട്ട്. അതോട്ട് 2 ടിക്കറ്റും എടുത്ത് ഇനിയിപ്പോൾ തന്നെ നമ്മൾ ഈ കാറാണ് നമ്മൾ വന്നത്. ഇതാണ്ട് ഇത് ഇവിടെ ഒരു വലിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ള തെളിവ് കണ്ട ആന. ഇവിടെ ആന ഇറങ്ങി നടക്കുക കഴിച്ച് നമ്മൾ അവിടെ പോയപ്പോഴും അവര് പറഞ്ഞായിരുന്നു ആന ഇറങ്ങുന്ന സമയം ചാൻസ് ഉണ്ട്. ഇതാണ്ട് ഇവിടെ നല്ല ആനകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വയറിളക്കം ആണെന്ന് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നലെ ഇതൊക്കെ തള്ളി മുറിച്ചിട്ടിട്ടുണ്ട്. ഒരഞ്ഞു വരും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാ. ചാടാണ്ടല്ലോ, കിടന്നുറത്താ മതി. ആ ആനയുടെ തൊലിക്കെട്ടി അല്ല പോത്തിന്റെ തൊലിക്കെട്ടി അങ്ങനെ എന്തോ പറയല. എന്നിട്ട് തൊലിക്കെട്ടി എന്തോ പറയാറുണ്ട്, മറന്നു. എന്നാലും ഇനിയിപ്പം ഹെയർപിന്നും കാര്യങ്ങളൊക്കെ കയറാൻ തുടങ്ങി. 4ാമത്തെ ഹെയർപിന്ന് കയറുമ്പോഴും അവിടെയും ഉണ്ട്. ഇന്നലെ ഒരുപാട് ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ആനയുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു. മോളിൽ നിന്ന് ചറവി വരുതോ അടുത്തോ. നെക്സ്റ്റ് ഇന്നലെ എനിക്ക് തോന്നുന്നു ആനയ്ക്ക് വല്ല കല്യാണം ഉണ്ടായിരുന്നു. ഇത് പോകുമ്പോഴും നമ്മൾ ഈ റോഡ് തന്നെ കയറുന്നേ. ഒന്ന് രണ്ടെണ്ണം ആയിരിക്കും ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഹെയർപിന്നല്ലേ അവിടെ ചിറകി വന്നു കഴിഞ്ഞാലും ഈ ഒരേ സാധനമല്ലേ ചിറകി പൊക്കോണ്ടിരിക്കും. പറയാമില്ല. താഴെന്ന് കയറി ചിലവരാണെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഓരോന്നും ഓരോ കളറാണ്. ഓരോന്നും ഓരോ കളറാണ് കഴിച്ചത്. എല്ലാത്തിനും ഒരേ കളർ വരുമല്ലേ. അതുകൊണ്ട് ഈ മല ഏതെന്ന് അറിയുന്നവരൊന്നും കമന്റ് ഉണ്ടേ ഗൈസ്. പോണ വഴിക്ക് നല്ലൊരു താഴ്ന്നേ വ്യൂ കിട്ടിയ സാധനമാണിത്. കാരണം ഇവിടെ അപ്പുറം സൈഡിലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ കാണത്. ഇവിടെ ഒതുക്കാൻ പറ്റും. ഇതുകൊണ്ട് ഗൈസ് വീഡിയോ മാറ്റിയ പ്രതീക്ഷ അത്ര കോടയില്ല ഗൈസ്. ഇവിടെ മുകളിലോട്ട് കയറാൻ നേരത്ത് പ്രതീക്ഷ അത്ര കോടയില്ല. നമ്മളെ വരണ വഴിക്കുണ്ടായിരുന്നു രാവിലെ ഒരു 6-6:30 ആയപ്പോൾ ഉണ്ടായിരുന്നു. ഇവിടെ കയറിയതല്ല, വരണ വഴിക്ക് വിതിരയൊക്കെ വെച്ച്. ഗൈസ് ഭയങ്കര കോടയാണ് ഗൈസ്. താണ്ടെ റോഡ് ഒന്നും കാണാൻ പറ്റില്ല. കോട അതന്നെ ഇവിടെ ഉണ്ട്. ഇവിടത്തെ മല മാത്രമേ കാണാതെ ഉള്ളൂ. ഇവിടെ ഇങ്ങോട്ട് കോട ഇല്ല. വേണ്ടേ കണ്ടോ ഇവിടെ സെറ്റ് താണ്ടെ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങോട്ടൊന്നും നേരെ ചൊവ്വ
പക്ഷെ ഞാൻ ഇവിടെ റോഡിലും ഞാൻ കോട പ്രതീക്ഷ വന്നു. ഞങ്ങൾ കോട പ്രതീക്ഷ വന്നു, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് വെയിലാണ് ഗൈസ്. അതെ, ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഈ മലയിൽ കാണിച്ചതുപോലെ ഇവിടെ ഫുള്ള് കോട കൊണ്ട് മറഞ്ഞിരുന്നു. ഞാനും ഇപ്പം രഞ്ജിത്തും കൂടെയാണ് വന്നത്. ഞാൻ രഞ്ജിത്തും കൂടെ ഒരു ദിവസം വന്നത്, പണ്ട് ട്രിപ്പെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പറ്റിപ്പോയി ഗൈസ്. വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടത്തിലുള്ളൂ. അതെ, പൊന്മുടി എത്തിയിട്ടുണ്ട് ഞങ്ങൾ. പക്ഷെ അങ്ങോട്ട് കോട ഉള്ളതുപോലെ തോന്നുന്നു. വണ്ടി ഇവിടെ എന്താണ് പാർക്കിംഗ്? മാമന്താ ഇവിടെ വണ്ടി. ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബൈക്കുണ്ട്. ആ മലയിലും കോടയുണ്ട്. ഈ റോഡിൽ എല്ലായിടത്തും കോട പ്രതീക്ഷിച്ചൊന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ചുട്ട വെയിലാണ്. രാവിലത്തെ വെയിൽ എനർജി. താഴെ മലയിൽ മാത്രമാണ് കോട ഉള്ളത്. മല ഇപ്പോൾ ഡിസംബർ മാസമൊക്കെ ആകുമ്പം കോട വര ഉള്ളതെന്നാണ് പറഞ്ഞത്. എന്നാലും കോടയൊന്നുമില്ല. പറ്റിപ്പോയി ഗൈസ്. നമ്മൾ തന്നെ ഇപ്പം ഇങ്ങനെ നടക്കുകയും അവിടെ വരെ പോകണം. ആ ഇതിൽ പോകണം. അതിൻ്റെ പേരെന്തരായിരുന്നു കൈസ്? അങ്ങനെ മല എത്തി. അയ്യോ, കയറി തളർന്ന് കൈസ്. ഞാൻ കിതക്കുന്നുണ്ട് കയറി മല കയറാത്തുണ്ട് ചേച്ചി. ഇപ്പൊ കയറി കിതക്കണം. അയ്യോ, സത്യ എന്താണ്ട് ഇവിടെ നിന്ന് കാണാൻ എന്ത് വ്യൂ അല്ലേ. ഇതിനെ മണ്ടയിലൂടെ കയറി കഴിഞ്ഞാൽ എത്തി കൂടെ കിട്ടിയ. പക്ഷെ മണ്ടയിൽ ഒരു മിനിറ്റ് വെയിറ്റ്. അയ്യോ, തളർന്ന്. ഇതിൻ്റെ മണ്ടയിൽ കയറുന്ന ഇവിടെ വെച്ച് അടച്ചു വെച്ചേക്കാണ്. ഇവിടെ മാത്രമേ ഈ മലയിൽ മാത്രമേ മഞ്ഞുള്ളൂ. ഇടയ്ക്കൊരു പ്രാവശ്യം ഞാൻ വന്നായിരുന്നു, അന്നിവിടെ ഫുള്ള് കോടയായിരുന്നു. അതാണ് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അയ്യോ, കിതക്കുന്ന കൈ. ആര്? ഇത് സ്ഥിരം ആളാണ് കേട്ടോ ഇവിടുത്തെ. പക്ഷെ ഇപ്പം ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. എന്നാണ് ആരുമില്ല പൊന്മുടിയില്ല. ഇവിടെ ഞാൻ ഒരു ബൈക്ക് നമ്മൾ പിന്നെ സെക്യൂരിറ്റി മാമന് മാത്രമേ ഉള്ളൂ. അയ്യോ, എന്താ ഇവിടെ ഒന്നും ഒരു മനുഷ്യരില്ല. കിടക്കണം നമ്മളത്, കൊണ്ട് കിടക്കണം. അയ്യോ, എൻ്റെ മണ്ടേ കയറാൻ പറ്റിയിരുന്നത് കൊള്ളായിരുന്നല്ലേ. പക്ഷെ വലിഞ്ഞ് കയറാം. പക്ഷെ അവന്മാരും എല്ലാം പറയും അതുകൊണ്ട് ഓന്ന് ഞാൻ വെച്ചാൽ പാമ്പായിരിക്കുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് സമയം ഉണ്ടെങ്കിൽ ബോണക്കാടും കൂടെ പോകണം. ഗൈസ്, അവിടെയും പോയിട്ടില്ലല്ലോ. അവിടെ ഞാനും പോയിട്ടില്ല ഗൈസ്. അപ്പം നമുക്ക് ബോണക്കാടും കൂടെ പോകണം. അവിടെ ആൾക്കാർ വന്നിരിക്കണം കേട്ടാ. അല്ല അങ്ങ് അപ്പൊ ഇവരാ പോണവര്. അവര് ഫസ്റ്റ് വന്നതും അവിടെ രണ്ടുപേരും പോണ. അവിടെ നിക്കണം. അപ്പൊ നമ്മള് മാത്രമല്ല ഗൈസ്, ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ മുകളിൽ കയറിയാൽ നമ്മളാണ് ഫസ്റ്റ്. കിട്ടരില്ല ഗൈസ്. ഈ വ്യൂ ഒന്ന് നോക്കിയാണ് സെറ്റ് സാധനം. മറ്റേ ഇതിലൊക്കെ ഉള്ളതല്ലേ ഫോട്ടോയിലും കാര്യങ്ങളിലൊക്കെ. നല്ല രസമുണ്ട് ഇതില്. കിളിയ സാധനം. അവിടെ മാത്രം കോട വന്നു, പക്ഷെ ഇവിടെ കോട ഇല്ലാത്തതിന് എന്തൊരു വിഷമമുള്ളൂ. പക്ഷെ തണുപ്പുണ്ട്. തണുപ്പ് കൊണ്ട് ചൂടിൻ്റെ ഒരു ഇതുമുണ്ട്. കൊള്ളാം. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതുകൊണ്ട് ആ സാധനം ഇഷ്ടപ്പെട്ടു. വേണ്ട നമ്മളെൻ്റെ ഫോട്ടോയിലൊക്കെ കാണാൻ പോലെ അല്ലേ. ഒരു ഗൈസ് മച്ചിക്കുന്ന ഫോട്ടോ എടുത്ത് കൊടുത്തിരുന്നു ഗൈസ്. ഞങ്ങളത് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കണ്ടത് കാണിച്ചു തരാനാണ് ഗൈസ് വന്നത്. സമയം ഇപ്പം 8:30 മണി കഴിഞ്ഞ്. പക്ഷെ അതാണ്ട് അമ്പിളി മാമൻ പോയില്ല കേട്ടാ. 8:30 കഴിഞ്ഞിട്ട് അമ്പിളി മാമൻ ഇതുവരെ പോയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പൊന്മുടി എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ
അപ്പോൾ ഇനി അത് കഴിഞ്ഞ് കോട പ്രതീക്ഷ വന്നു വെച്ചാൽ വെയിലാണ് തന്നത്, ഒന്നും കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾ നേരെ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം താഴത്തുനിന്നൊരു ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പം അങ്ങോട്ട് പോയിട്ട് വരാം. ഗൈസ് അങ്ങനെ ഇവിടെ ഒരു KTDC ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, ഗവൺമെൻറ് അല്ലേ, ആ ഗവൺമെൻറ്റിൻ്റെ ആണെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ടല്ലേ കൂരയൊക്കെ വെച്ചിരിക്കുന്നത്. തിയേറ്ററാ ഇതുണ്ട് ഇവിടെ മറ്റേ 2-3 ആൾക്ക് ആര് പെർ ഹെഡ് 50 രൂപ തിയേറ്ററിന് 3D സോറി താഴെയാണ് ഗൈസ്. ഇവിടെ 2-3 പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ട്, ഈ ഒരു സാധനം ചെയ്തിരിക്കണ ഷീറ്റല്ലേ ഇത്, ഷീറ്റാണെങ്കിലും പക്ഷേ എൻ്റെ മുകളിലത്തൊരു സാധനം ഇതാണ്ട് തിയേറ്റർ ഇരിക്കണം. അപ്പോൾ എന്തൊക്കെ സൗണ്ട് കേൾക്കണം ഇവിടെ നിന്ന്. ഇതാണ് ഞങ്ങൾ കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഒരു കട്ടൻ ചായയും ബ്രെഡ് ഓംലേറ്റും. കേരള വൈൽഡ് ഫോറസ്റ്റ് അങ്ങനെ KTDC അല്ല വേറെ എന്തൊരു സാധനം കഴിച്ചു. അപ്പോൾ ഇനി ഇവിടുന്ന് കഴിച്ചിരുന്നാലും കഴിച്ച് ഇന്നത്തെ പൊന്മുടി എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. കോട പ്രതീക്ഷയാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്. 5:30 ഇറങ്ങി, ഇവിടെ ഒരു 7 മണിയൊക്കെ ആയപ്പം വന്നു. പക്ഷേ കോടയ്ക്ക് പകരം കിട്ടിയത് വെയിലെന്ന് മാത്രമേ ഉള്ളൂ. ഉച്ചം തലയിൽ വെയിലടിച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. ഫുഡെന്ന് വെച്ചാൽ ഒരു കട്ടൻ ചായയും ബ്രെഡ് ഓംലേറ്റും. ഇവിടെ പൊതുവെ ബ്രെഡ് ഓംലേറ്റ് ആണല്ലോ കൊടുക്കുന്നത്, എല്ലാ കടയിൽ പോയാലും ബ്രെഡ് ഓംലേറ്റ് കിട്ടും. പിന്നെ ഒരു മുകളിലൊരു റിസോർട്ടല്ല വേറെ എന്തൊരു സാധനമാണ്, അതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഒരു തിയേറ്ററിൽ പോയി നോക്കിയപ്പോൾ ഒരു മാമൻ പാട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ കയറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ചുമ്മാ ഒന്ന് ഓണാക്കി വെച്ചാൽ ഇടുന്ന വീഡിയോസൊക്കെ കാണാം. ഓക്കെ ബൈ ഗൈസ്.